പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ആനുകാലികത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത, റേഷൻ സബ്സിഡി കേന്ദ്രം ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നു. താമസിയാതെ റേഷനിങ് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന രീതിയിൽ റേഷൻ വ്യാപാരികൾ അതിനെ ഭയക്കുന്നു. അതിന്റെ പേരിൽ ചില സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ കൊടുത്തത് ഡിജിറ്റൽ ഇന്ത്യക്ക് തന്നെയായിരുന്നു. 2016 നോട്ട് നിരോധനം നടത്തിയതിനു ശേഷം കള്ളനോട്ടും കള്ളപ്പണവും ഒരു വലിയ പരിധി വരെ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞു. 1000-ന്റെ 2000-ന്റെ നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഇന്ന് ഭാരതത്തിലില്ല. ഏറ്റവും വലിയ നോട്ട് 500 താമസിയാതെ, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ 500-ന്റെ നോട്ടുകളും എടുത്തു കളയും. പിന്നീടുള്ള വലിയ നോട്ട് എന്ന് പറയുന്നത് 200 രൂപയായിരിക്കും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നോട്ടുകൾ ഇല്ലാതായി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഭാരതം മാറണം. നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക് മുമ്പ് പറഞ്ഞിരുന്നു, ഈ മീൻ കച്ചവടക്കാര്, പച്ചക്കറി കച്ചവടക്കാരൊക്കെ എന്തു ചെയ്യും, നിങ്ങൾ ഡിജിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ. തോമസ് ഐസക്കിന്റെ നാട്ടിൽ ആലപ്പുഴയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ എല്ലാ നാട്ടിലെ എല്ലാ മീൻ കച്ചവടക്കാരും അതുപോലെ തന്നെ പച്ചക്കറി കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും എല്ലാം ഗൂഗിൾ പേയും QR കോഡും എല്ലാം വളരെ UPI ട്രാൻസാക്ഷൻ അവർ വളരെ നടത്തുന്നു. ലോകത്തിൽ നമ്പർ 1 UPI ട്രാൻസാക്ഷൻ നടത്തുന്നത് ഭാരതത്തിലാണ് എന്നുകൂടി അറിയണം. അപ്പോൾ ഒരു ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് എല്ലാ സബ്സിഡികളെയും നേരിട്ട് കൊടുക്കുക. ഇപ്പൊ കിസാൻ സമ്മാൻ നിധി വർഷത്തിൽ 6000 രൂപ കൊടുക്കുന്നു, നേരിട്ട് അക്കൗണ്ടിൽ കൊടുക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി ഒരു വർഷം ഇപ്പോൾ 33,300 രൂപയാണ് ഒരു വർഷം കൊടുക്കുന്നത്. അത് നേരിട്ട് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. ഇത് ഉപഭോക്താവിനെ സംബന്ധിച്ച് അവന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാരില്ലാതെ വരിക. ഇത് രാഷ്ട്രീയം വളർത്തുവാൻ ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പദ്ധതികളിൽ അല്ലെങ്കിൽ അവരുടെ സമ്മേളനങ്ങളിൽ ആളെ കൂട്ടുന്നുണ്ട്. അത് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ്. അത് നമ്മൾ സമരം ചെയ്താൽ മാത്രമേ കൂലി കൂട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാവങ്ങളെ കൊണ്ടുപോയിട്ട്, അത് ഹിന്ദു സ്ത്രീകളെ കൊണ്ടുപോയിട്ട് സമരത്തിന് ഇറക്കിയിട്ടാണ് അവർ പറയുന്നത്. ഇപ്പോൾ 400 രൂപയായിട്ട് തൊഴിലുറപ്പിന്റെ കൂലി കൂട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് 2-3 സമരങ്ങൾ നടക്കും. അത് നമ്മൾ സമരം 500-നും 600-നൊക്കെ വേണ്ടി നമ്മൾ സമരം ചെയ്യുന്നു. അങ്ങനെ ദുഷ്ടനായ നരേന്ദ്രമോദി നമ്മുടെ സമരം കണ്ട് ഭയന്നിട്ട് 100 രൂപ കൂലി കൂട്ടിയിട്ട് അത് 400 ആക്കി തന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് റേഷൻ കടകൾ, എല്ലാ ഗ്രാമങ്ങളിലും റേഷൻ കടകളുണ്ട്. അപ്പൊ ആ റേഷൻ കട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് അതിന് ബന്ധമുണ്ട്. 4 തരത്തിലുള്ള കാർഡുകളാണ് നമ്മുടെ റേഷൻ കടയിലുള്ളത്. ഒന്നാമത്തേത് മഞ്ഞ കളർ കാർഡ്. അതിന് AAY എന്ന് പറയും, അന്ത്യോദയ അന്ന യോജനയാണത്. അത് 30 കിലോ അരി, 5 കിലോ ഗോതമ്പ് ഓർ ആട്ട ഒരു കുടുംബത്തിന് നൽകുന്നതാണ് ഈ പറയുന്ന മഞ്ഞ കാർഡ്, AAY കാർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറയും പട്ടിണി സൂചികയിൽ ഇന്ത്യ 117 എന്നൊക്കെ പറയും. ഒന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കൂ. ഒരു പട്ടിണി കിടക്കുന്ന ഒരാൾ ദാരിദ്ര്യക്ക് താഴെ ആയിരിക്കും, ഏറ്റവും താഴെയുള്ള ഒരാളായിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഭാരതത്തിൽ എവിടെയും 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും കിട്ടുമ്പോൾ ഇത്രയും 35 കിലോ അരിയും ഗോതമ്പും വീട്ടിൽ വെച്ചിട്ട് ഇയാൾ പട്ടിണി കിടക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം പൊള്ളയായിട്ടുള്ള കണക്കെടുപ്പുകൾ, അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം 87-ാമത്, അതായത് അഫ്ഗാനിസ്ഥാന്റെ താഴെ എന്നൊക്കെ പറയുമ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള വ്യാജന്മാർ, രാഷ്ട്രവിരുദ്ധന്മാർ, നമ്മുടെ ഹിന്ദു വിരുദ്ധന്മാരെടുക്കുന്ന കണക്കുകളാണ്. അതൊന്നും ശരിയായ കണക്കുകളല്ല. അപ്പൊ നമ്മുടെ മഞ്ഞ കാർഡിലൂടെ ഒരു മാസം ലഭിക്കുന്നത് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പിന് പകരം ആട്ടയോ കൊടുക്കും. രണ്ടാമത്തേത് BPL കാർഡാണ്. BPL ഒരാൾക്ക് 4 കിലോ അരി വെച്ച് കൊടുക്കും. സൗജന്യമാണ് ഈ അരികളെല്ലാം തന്നെ. അപ്പൊ 4 കിലോ അരി ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അവർക്ക് 20 കിലോ അരി ഒരു മാസം അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ 1 കിലോ ഗോതമ്പ് അവർക്ക് ലഭിക്കുന്നു. ആ കാർഡിന്റെ നിറം പിങ്ക് നിറമാണ്. അപ്പൊ മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്. പിന്നെയുള്ളത് APL കാർഡുകളാണ്. 2 ടൈപ്പ് APL കാർഡുകളുണ്ട്. അത് ഒന്നാമത് നീലയാണ്. നീല നോൺ സബ്സിഡിയാണ്, അതിന് സബ്സിഡികളില്ല. ഒരാൾക്ക് 2 കിലോ അരി 4 രൂപയ്ക്ക് കൊടുക്കും നീല കാർഡിൽ. അത് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആ സബ്സിഡി കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. മേലെ പറഞ്ഞ മഞ്ഞ കാർഡും പിങ്ക് കാർഡിന്റെയും 100% സൗജന്യമാണ്. ഈ സൗജന്യമായ അരി കൊടുക്കുന്നത്, മൊത്തത്തിൽ അരിയും ഗോതമ്പും ആട്ടയും എല്ലാം കൊടുക്കുന്നത് 100% കേന്ദ്രമാണ്. എന്നാൽ ഈ നീല കാർഡ് ഒരാൾക്ക് 4 രൂപ നിരക്കിൽ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ അവർക്ക് 10 കിലോ അരി ലഭിക്കും. ആ 10 കിലോ അരിക്ക് 4 രൂപയാണ് കിലോന്റെ വില. അതിന്റെ സബ്സിഡി കേരള സർക്കാരാണ് കൊടുക്കുന്നത്. 4ാമത്തെ കാർഡ് വെള്ള കാർഡാണ്, APL കാർഡാണ്. അത് സ്റ്റേറ്റ് തീരുമാനിക്കുന്ന രീതിയിലാണ് അരി കൊടുക്കുക. അവർക്കും സബ്സിഡി ഉണ്ട്.
ചിലപ്പോൾ ചില മാസങ്ങളിൽ 3 കിലോ അരി, മറ്റു ചില മാസങ്ങളിൽ 5 കിലോ അരി, ആ രീതിയിൽ 10 കിലോ അരി വരെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് കാർഡിലൂടെയാണ് നമ്മുടെ നാട്ടിൽ സർക്കാർ ആനുകൂല്യങ്ങൾ റേഷൻ കടയിലൂടെ കൊടുക്കുന്നത്. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർഡ്, അതായത് AY-യും BPL-ഉം ഈ 100% സൗജന്യമായിട്ട് കേന്ദ്രം കൊടുക്കുന്നു. അപ്പൊ കേന്ദ്രം ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ 1 കിലോ അരി ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ എത്തിക്കുവാൻ 99 രൂപ വരെ ചെലവ് വരുന്നു എന്നതാണ് പറയുന്നത്. അത് ന്യായവുമാണ്. കാരണം ഈ അരി പഞ്ചാബിലാണ് ഉണ്ടാക്കുന്നത്, മലയാളി കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആന്ധ്രയിലും പഞ്ചാബിലൊക്കെ ഉണ്ടാക്കുന്ന ഈ അരി ഇവിടത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ IFC-ൽ, ഇന്ത്യൻ ഫുഡ് കോർപ്പറേഷന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഗോഡൌണിൽ വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് റേഷൻ കടകളിലേക്ക് കൊണ്ടുവന്ന് റേഷൻ ഡീലർമാർക്കുള്ളത്, ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളം, ഇത് സൂക്ഷിക്കുവാനുള്ള ചെലവ്, ഗതാഗതത്തിനുള്ള ചെലവ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 1 കിലോ അരി നമ്മുടെ നാട്ടിൽ പഞ്ചാബിൽ നിന്നും എത്തണമെങ്കിൽ 99 രൂപ ചെലവുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നല്ല അരി 50 രൂപയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സബ്സിഡി നേരിട്ട് തരും. 1 കിലോ അരിക്ക് എത്രയാണോ നമുക്ക് സബ്സിഡി കേന്ദ്രം ചിലവഴിക്കുന്നത്, ആ പറയുന്ന പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുകയും ഈ സംവിധാനത്തെ ഇടനിലക്കാരെയും ഒഴിവാക്കുക എന്നതാണ് പറയുന്നത്. അപ്പോൾ ധാരാളം റേഷൻ കടക്കാർക്ക് ജോലി നഷ്ടപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് ഒരു ബദൽ സംവിധാനം ഭരണകൂടം കണ്ടെത്തണം. അതിൽ പറയുന്ന ഒരു ന്യായം ഇതാണ്: രാജ്യത്തിന്റെ സമ്പത്ത് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട് കുറച്ചാളുകൾക്കുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇപ്പൊ കേരള സർക്കാർ പറയുന്ന ഒരു ന്യായമുണ്ട് ബീവറേജിനെ കുറിച്ച്. ബീവറേജിൽ 10,000-കണക്കിന് ജീവനക്കാരുണ്ട്. ബീവറേജ് ഒക്കെ പൂട്ടിയാൽ ഇവരുടെ കുടുംബം എന്ത് ചെയ്യും? ഈ ബീവറേജ് കാരണം ലക്ഷോപലക്ഷം കുടുംബങ്ങൾ നിത്യ ദുരിതത്തിലും പട്ടിണിയിലുമാണ്. ആ കുടുംബങ്ങൾ നശിച്ച് നാറാണക്കല്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 10,000 കുടുംബത്തിന് വേണ്ടി 10 ലക്ഷം കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ബീവറേജ് കേരളത്തിൽ പൂട്ടിയാൽ ഇവരുടെ തൊഴിൽ പോവില്ല എന്നൊക്കെ CITU ചോദിക്കുന്നത്. അർത്ഥശൂന്യമായ ഒരു ചോദ്യമാണെന്നറിയുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നരേന്ദ്രമോദി സർക്കാർ ഡിജിറ്റലൈസേഷന് പ്രാധാന്യം കൊടുക്കുകയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേരിട്ട് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഈ അക്കൗണ്ടിൽ വരുമ്പോൾ ഒരു പ്രോബ്ലം പറയുന്നത്, ഈ ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് എന്ന് കണക്കുകൾ പറയുന്നു. മദ്യപാനികളിൽ ഒരു 70% ദാരിദ്ര്യക്ക് താഴെയുള്ളവരാണ്. അതായത് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നല്ല വീടുകളില്ല, സൗകര്യങ്ങളില്ല. എന്നാലും വൈകുന്നേരം ഒരു 500 രൂപ വരെ മദ്യത്തിനും ഈ ബീഫിനും പൊറാട്ടക്കൊക്കെ നീക്കി വെക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റും കാണാറുണ്ട്. 1000 രൂപയുടെ പണിയെടുക്കും, 500 രൂപ വരെ വ്യക്തിപരമായി ഈ മദ്യത്തിനും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു സൗകര്യങ്ങളില്ലാതെ ജീവിതം അങ്ങനെ തള്ളി നീക്കുന്ന അവരുണ്ട്. അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു പഠിപ്പിക്കുക, ഇതിന്റെ ഒക്കെ കാരണം അംബാനിയും അദാനിയും ആണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ദരിദ്രനായത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ ഉള്ളിൽ വീണ്ടും സംഘർഷത്തെ നിറക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 50 രൂപയുടെ മദ്യമാണ് ഈ പാവത്തിന് പിണറായി സർക്കാർ 500-നും 600-നും വിൽക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള സാമാന്യ ബോധം പോലും അവന്റെ ഉള്ളിൽ നിന്ന് പോകുന്നു. അപ്പൊ ഈ സബ്സിഡി, ഒരു മാസം 30 കിലോ അരിയുടെ സബ്സിഡി നമ്മൾ ശരാശരി കണക്കാക്കുമ്പോൾ 50 രൂപ സബ്സിഡി കൊടുക്കാണെന്ന് ധരിക്കുക. 1500 രൂപ വരും. അപ്പൊ ഈ 1500 രൂപയും ഗോതമ്പിന്റെ പൈസയും അടക്കം ഒരു 1750 രൂപ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുമോ മറ്റെന്തിനും ചെലവഴിക്കുമോ എന്നതാണ് ഒരു ചിന്തിക്കപ്പെടേണ്ട മറ്റൊരു വിഷയം എന്നുകൂടി അറിയുക. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും അഴിമതി രഹിത രാഷ്ട്രമാണ്. ഇടനിലക്കാർക്ക് ആർക്കും ഇതിൽ ഇടപാടില്ല. ഞാൻ ഒരു കാര്യം 2010 ഓർക്കുകയാണ്. അന്ന് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഈ സമയത്ത് ഞങ്ങൾ ഫൈനാൻസ് കൊടുത്ത ഒരു ലോറി പിടിച്ചു. അതിന് 12 ടയറുള്ള വലിയ ലോറിയായിരുന്നു. അങ്ങനെ വടകര DYSP ഓഫീസിൽ വെച്ച് ഞങ്ങൾ ആ ലോറി കാണാൻ ചെന്നപ്പോൾ അവിടെ DYSP പറഞ്ഞു, ഇത് വിട്ടുതരാൻ പറ്റില്ല. കാരണം ഇതിൽ നിങ്ങളുടെ വണ്ടിയാണെങ്കിലും ഇതിൽ നിറച്ചിരിക്കുന്നത് റേഷൻ ഗോതമ്പാണ്. പയ്യോളി IFC-യിൽ നിന്ന് റേഷൻ ഗോതമ്പ് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്, അയാളെ പേര് ഞാൻ പറയുന്നില്ല, താഴെ അങ്ങാടിക്കടുത്താണ്. ഈ ലോറി നേരെ അയാളുടെ ഗോഡൌണിലേക്കാണ് പോവുക. നമ്പർ 1 ഗോതമ്പ്, ഫ്രഷ് ഗോതമ്പ്, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഗോതമ്പാണ്. എന്നിട്ട് ഏറ്റവും പുഴുത്തരിച്ച ഗോതമ്പും അരിയും അതേ ലോറിയിൽ കയറ്റിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ലോറിയിൽ കയറ്റിയിട്ട് നമ്മുടെ നാട്ടിലെ റേഷൻ കടയിലേക്ക് എത്തിക്കുന്ന ഈ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ, അതായത് റേഷൻ അരിയും ഗോതമ്പും റേഷൻ കടകളിൽ സപ്ലൈ ചെയ്യേണ്ട ആളുകൾ ഇടക്ക് വെച്ച് കാര്യങ്ങൾ മാറ്റിയിട്ട് ഏറ്റവും നല്ല അരിയും ഏറ്റവും നല്ല ഗോതമ്പും അവന്റെ ഗോഡൌണിൽ മാറ്റിയിട്ട് അവൻ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കോടികൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പൊഴുത്തരിച്ച അരിയെല്ലാം റേഷൻ കടയിലെ അരി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റ അറപ്പുള്ളൊരു കാലഘട്ടമുണ്ടെങ്കിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഏറ്റവും നമ്പർ 1 അരിയാണ് കിട്ടുന്നത്. ഒരിക്കൽ എൻ്റെ വീട്ടിലൊരു പച്ചരി കിട്ടി. ഞങ്ങൾക്ക് പച്ചരി ഇഷ്ടമാണ്. എന്താ പറയുന്നത്, നമ്മൾ ബിരിയാണി റൈസ് എന്നൊക്കെ പറയില്ല, അതിനേക്കാൾ ക്വാളിറ്റിയുള്ള പച്ചരി. അപ്പൊ ഇങ്ങനെയുള്ള അരികളെല്ലാം റേഷൻ കടയിലൂടെ കൊടുക്കുന്നു. ഫ്രഷ് ഗോതമ്പ് എല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ GPR സംവിധാനമൊക്കെ ഏർപ്പെടുത്തി ഒരു വാഹനം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് റേഷൻ കടയിൽ എത്തുന്നവരെ അതിന് നിരീക്ഷിക്കുവാനുള്ള സംവിധാനം, ആധുനിക ശാസ്ത്ര സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്
കൃത്യമായിട്ട് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് ഭാരതം വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.